ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇമ്പൾഷൻ, അതുപോലെ കറക്ഷൻ മൂവ്. ഇമ്പൾസീവ് അല്ലെങ്കിൽ കറക്റ്റീവ് മൂവ് എന്ന് നമുക്ക് പറയാം. സോ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ മാർക്കറ്റ് ബൈയിങ് ആണ്. സോ ഇമ്പൾസീവ് മൂവ് നടക്കുന്നത് എപ്പോഴും ബൈയിങ് ട്രെൻഡ് ആണെങ്കിൽ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുമ്പോൾ മുകളിലേക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, മുകളിലേക്ക് പുഷ് ചെയ്തു. ഇതെന്താണ്, ഒരു ഇമ്പൾസീവ് മൂവ് ആണ്. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും ഇമ്പൾഷൻ, കറക്ഷൻ. പിന്നീട് നടക്കുന്നത് എന്താണ്, വീണ്ടും ഇമ്പൾഷൻ, കറക്ഷൻ, ഇമ്പൾഷൻ, കറക്ഷൻ. അപ്പം ബൈയിങ് മാർക്കറ്റ് ആണെങ്കിൽ ഇമ്പൾഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി മുകളിലേക്കായിരിക്കും. നല്ല മൂവുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കറക്റ്റീവ് മൂവ് എന്ന് പറയുമ്പം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റിട്രേസ് ചെയ്തിട്ട് അവിടെയുള്ള ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും പമ്പ് ചെയ്യും. അവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക്, FEGs ഒക്കെ വാലിഡ് ആയിട്ടുള്ള FEGs ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തിട്ട് അവിടുന്ന് ബൈയിങ് പ്രിഫർ ചെയ്യാം, കൺഫർമേഷനൊക്കെ എടുത്തിട്ട്. അതേസമയം സെല്ലിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇനിയിപ്പം നമുക്ക് സെല്ലിംഗ് മാർക്കറ്റിലേക്കൊന്ന് നോക്കിയേക്കാം. ഇവിടെ ഇപ്പം സെല്ലിംഗ് ആണ്, ഇതൊരു ഹ്യൂജ് സെല്ലാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു ഇമ്പൾഷൻ നടന്നു. ഇവിടെ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബൈയിങ്ങിന് സെല്ലിങ്ങും then ഇങ്ങനെ വരയ്ക്കാം, ഇമ്പൾഷൻ, കറക്ഷൻ, ഇമ്പൾഷൻ, കറക്ഷൻ, ഇമ്പൾഷൻ. അപ്പം സെല്ലിംഗ് ആണെങ്കിൽ ഇമ്പൾഷൻ എങ്ങോട്ടായിരിക്കും, താഴേക്കായിരിക്കും. ആ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുമ്പോൾ വലിയ മൂവ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആ ഒരു വലിയ മൂവ് എന്ന് പറയുമ്പം അത്യാവശ്യം സഡൻ ആയിട്ടുള്ള വലിയ എൻഗൾഫിങ് ക്യാനൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ ഒരു മൂവ്മെൻറ്റൊക്കെ ക്യാപ്ചർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ TP അല്ലെങ്കിൽ 1:2, 1:3 ഒക്കെ ആയിരിക്കും. സോ അത് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. സോ റിട്രേസ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എൻട്രി സെല്ലിങ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഒരു വാലിഡ് റിട്രേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സെല്ലെടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, മുകളിലോട്ട് തന്നെ പോകും, തിരിയും. അപ്പം നമുക്ക് SL കിട്ടും. അപ്പോൾ കൺഫർമേഷൻ ഈസ് വെരി മസ്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇമ്പൾസീവ് അല്ലെ കറക്റ്റീവ് മൂവ് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 5 minutes സ്ട്രക്ചറിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കൊരു 1 hourലോട്ട് പോയി നോക്കാം. ഇപ്പോൾ 1 hourലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ഡിലീറ്റ് ചെയ്തേക്കാം. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഇമ്പൾഷൻ, എവിടെയാണ് കറക്ഷൻ. അപ്പം നമുക്ക് ഇത്ര ഏരിയ മാത്രം പറഞ്ഞു തരാം. ഇപ്പം ഇമ്പൾഷൻ ഇവിടെ ഉണ്ടായി കേട്ടോ. ഇമ്പൾഷൻ എങ്ങനെയാണ്, നല്ലൊരു പുഷ്. ഇപ്പോൾ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ അതൊരു കറക്ഷൻ ആവും. കറക്ഷൻ, ഇമ്പൾഷൻ, അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് തിരിഞ്ഞു. ഈ ഒരു ലോ എന്ത് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇമ്പൾഷൻ, കറക്ഷൻ, ഇമ്പൾഷൻ. ഓക്കെ, ഈ ഒരു FEGയിൽ നിന്ന് കണ്ടില്ലേ, ഈ ഒരു മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷാണ്. വിഷ് മീൻസ് 4 hourൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കറക്ഷൻ മൂവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് മൂവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം. ചിലപ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ബൈ ചെയ്യാം. 1 റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്ത് മാത്രം ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുക. അതൊരു ടിപ്പാണ്, അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ആഡ് ചെയ്തതാണ്. സോ സ്റ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, 1:2 മൂവ്മെൻറ്റ് മാത്രം ക്യാപ്ചർ ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ 1:10 അല്ലെ 1:20 സ്നൈപ്പർ എൻട്രീസ് ഒക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേങ്കിൽ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, കൺസിസ്റ്റൻ്റായിട്ട് പോകണമെങ്കിൽ വെറും 1:2 മതി. വെറും 1:1 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, 1:2 എടുക്കുക. 1:2 കിട്ടും. സോ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുക. അവിടെ നിങ്ങൾക്ക് ഈ ഒരു നോളജൊക്കെ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇമ്പൾസീവ് മൂവിലേക്ക് വന്നു. കറക്ഷൻ, ഇമ്പൾഷൻ, കറക്ഷൻ. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്ടില്ല. ഇനിയിപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഇമ്പൾസീവ് മൂവ് തുടരാം അല്ലേ. അല്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിഞ്ഞു. വിഷ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് പ്ലാൻ ചെയ്യാം. വളരെ സിമ്പിളല്ലേ, വളരെ സിമ്പിളാണ് എന്നൊക്കെ തോന്നും. പക്ഷേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല ടഫാകും. സോ അങ്ങനെയാണ് ടോപ്പ് ഇൻ ദ ലൈൻ ട്രേഡേഴ്സൊക്കെ ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് മുമ്പോട്ട് പോകുക. നല്ല പാടായിരിക്കും. ഇറ്റ് ടേക്സ് ഇയേഴ്സ് ടു റീച്ച് ഇൻ എ ഗുഡ് പോയിൻറ്റ്. പക്ഷെങ്കിൽ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, ദാറ്റ് ഈസ് എ ഓൺലി വേ. ഓക്കെ, നല്ല ക്യാഷ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡെയിലി നമുക്ക് നല്ല ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ വർഷങ്ങളോളം എഫേർട്ട് ഇട്ടാലേ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. സോ വിത്ത് ദാറ്റ് ബീയിങ് സെഡ്, I'm ending this video. Thank you for watching.